ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പ്ലാന്റ് പരിചയപ്പെടാം. ഇതാണ് ചണം. നമ്മൾ ചണനാര് എന്ന് പറയില്ലേ, ജൂട്ട്, അതാണ്. ചണനാരിനെയും ചണം എന്ന് പറയും. അതുണ്ടാക്കുന്ന പ്ലാന്റിനെയും ചണം എന്നാണ് വിളിക്കുന്നത്. പരുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാരാണ് ചണം. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ചൈനയ്ക്കാണ് വേറെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ. ചണം ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കാൻ പറ്റും. മെയിനായിട്ട് ഡ്രസ്സ്, ബാഗ്, ഷൂസ്, തൊപ്പികൾ, പരവതാനികൾ, അങ്ങനെ പല വസ്തുക്കൾ, പല ടൈപ്പിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഇതിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഇതിൽ വിരിയാറ്. ഉത്തർപ്രദേശിലൊക്കെ ഉള്ളവർ ഇതിൻ്റെ പൂക്കൾ പൊട്ടിച്ച് സബ്ജിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ഇതിൻ്റെ വിത്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അത്രയ്ക്ക് ഫേമസ് ആണ്. ഒരുപാട് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ്. നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. ഒമേഗ 3യുടെ കലവറയാണ് ഫ്ലാക്സ് സീഡ്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ BP, ഷുഗർ ലെവൽ ഇതൊക്കെ കൺട്രോളാക്കി നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ പ്രോട്ടീൻ, ഫൈബർ, തൈമിൻ, മിനറൽസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് കൂടിയ അളവിൽ കഴിക്കരുത്. പിന്നെ വിത്തുകൾ മുളപ്പിച്ചെടുത്തിട്ടാണ് ചണം വളർത്തുന്നത്. 4 മാസം മുതൽ 6 മാസം കൊണ്ട് തന്നെ ചെടി പൂർണ്ണ വളർച്ചെത്തും. ഇത് ഒരൊറ്റ തണ്ടായിട്ട് വളരുന്ന ചെടിയാണ്. വേറെ ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 10-12 അടി ഹൈറ്റിലൊക്കെ ഇത് വളരും. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിലമൊക്കെ നല്ലപോലെ ഉഴുതുമറിച്ചതിന് ശേഷമാണ് വിത്തുകൾ നടുന്നത്. ചണം ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് തന്നെ ഇതിൻ്റെ തണ്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ വെട്ടിയെടുത്ത ചണത്തണ്ടുകൾ കെട്ടുകളാക്കിയിട്ട് കുറേ ദിവസം വെയിലത്തിടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകളും തണ്ടും വേർപ്പെടും, സെപ്പറേറ്റ് ആവും. ഇല വേറെ, തണ്ട് വേറെ. അതിനുശേഷം ഈ കെട്ടുകളൊക്കെ എടുത്ത് ഒരു 10-20 ദിവസത്തോളം വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കും. ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ അഴുകിയിട്ടുണ്ടാവും. ഈ തണ്ടുകൾ പുറത്തെടുത്ത് വടി കൊണ്ട് തല്ലിയാണ് ചണനാര് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.